ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി, എച്ച് സ്മാർട്ടാണ്, BS6 മോഡൽ വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ലൈനർ ഒരഞ്ഞാകണേൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ മോശമായിട്ടുണ്ട്. മാക്സിമം ഉപയോഗം കഴിഞ്ഞേക്കണതാണ്. അപ്പോൾ തൊട്ട് താമസിച്ചാണ്ട് നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും. ഉപയോഗിക്കുമ്പോൾ ഇതേ സെയിം മോഡൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്. ക്ലച്ചിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി, ബെൽറ്റ് ഒരഞ്ഞേക്കണേൻ്റെയും ക്ലച്ച് ഷൂ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരയുന്ന പൊടിയൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. നിലവിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ആ പൊടി കാര്യങ്ങളെല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് ഔട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ശരിക്കും വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ചൊന്ന് റീസെറ്റ് ചെയ്യാം. ബെൽറ്റും പുതിയ ബെൽറ്റാണ്, അതായത് 11,000 ആയിട്ടുള്ളൂ കിലോമീറ്റർ. അപ്പോൾ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ ബെൽറ്റ് അതൊക്കെ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി കൂടി കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് 13 വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി. ഇത് ഇരിക്കുന്ന ബാറ്ററി ടാറ്റ ഗ്രീൻ്റെ ബാറ്ററിയാണ്. 6 ആംപിയറിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. 12 വോൾട്ടും 6 ആംപിയറിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. നമ്മളതൊന്ന് ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും നമുക്കത്. നിലവിൽ ഓക്കെയാണ്, ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ആക്സിലേറ്റർ നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അത് കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് വന്ന് പോയേക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് തന്നെ വിടേണ്ടി വരും. അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങടേക്ക് പോകുന്തോറും ആ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ കൈയോടെ നമുക്ക് ആ കേബിളൊന്ന് ചേഞ്ച് ചെയ്തിടണമായിരിക്കും നല്ലത്. ഏകദേശം ബ്രേക്ക് ആ 2 കേബിളാണ് വരാം. അതായത് ശരിക്കും ആക്സിലേറ്ററിന് വരുന്നത് 2 കേബിളാണ്. ആ 2 കേബിളടക്കം മാറ്റി ഒരു ഏകദേശം ഒരു 800-850 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഉണ്ട്, ഫിറ്റിംഗ് ചാർജ് അടക്കാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അത്യാവശ്യം പാഡ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. നിലവിൽ അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. ഈ സ്പാർക്ക് പ്ലഗൊക്കെ ആയാലും ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ മാറ്റി കൊടുത്തേക്കുന്ന പ്ലഗൊക്കെ മാറ്റിയേക്കണതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ 2 കേബിളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ബൂട്ട് സെറ്റ് ചേഞ്ച് ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകളായിട്ടുള്ളൂ. ബാക്കി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. ജനറൽ സർവീസും അതേപോലെ ആക്സിലേറ്റർ കേബിൾ മാറുന്നത് നമുക്ക് അഡീഷണലാണ് വരാം. ജനറൽ സർവീസിൽ ഉൾപ്പെടുന്ന വർക്കല്ല. അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തായാലും നമുക്കൊരു 5-6 മണിയൊക്കെ ആവും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ, വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും. താമസം വരുന്ന പണിയാണ്. ആക്സിലേറ്റർ കേബിൾ മാറാന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് നമുക്ക് അഴിക്കേണ്ടി വരുന്ന വർക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് താമസം വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ചെയ്ത് തന്നേക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടോളൂ. ഓക്കെ.